ഡേ 14 ക്വസ്റ്റ്യനിലേക്കാണ് ഇന്ന് നമ്മൾ വരുന്നിട്ടുള്ളത്. സോ 14ാമത്തെ ദിവസത്തിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. Working 9 hours a day, 12 persons complete a work in 25 days. Working 6 hours a day, 50 persons can do the same work in 28 days, 29 days, 30 days, 32 days. ഇതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇതിൻ്റെ ആൻസർ അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. എന്താണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത്. ഇതിപ്പോൾ ജൂൺ 2024 എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോർമാറ്റിലുള്ള ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബേസിക്കലി വർക്ക്, ടൈം എന്നുള്ള കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ്, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എത്ര ദിവസം എടുക്കും, എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. d1 × m1 × h1 = d2 × m2 × h2 എന്നുള്ള ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഈ ഒരു ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കമ്പോണൻസ് ആണ് ഈ ഒരു ഇക്വേഷനിൽ ഉള്ളത് എന്നാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് d1 m1 h1 = d2 × m2 × h2 എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് d1 and d2 എന്നുള്ളതാണ്. d1 and d2 എന്നുള്ളതാണ്. d1 and d2 എന്ന് പറയുന്നത് ഡേയ്സ് ആണ്. ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എത്ര ദിവസം ഉണ്ട് എന്നുള്ളതാണ് d1 and d2 എന്നുള്ള. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ഡേയ്സ് ആണ് d1 and d2 എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഉള്ളത് m1 and m2 എന്നുള്ളതാണ്. m1 and m2 എന്നുള്ളതാണ് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. m1 and m2 എന്ന നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. എത്ര ആൾക്കാരുടെ എണ്ണമാണ് m1 and m2 എന്ന് പറയുന്നത്. ഓരോ കേസിലും എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ് m1 m2 എന്ന് പറയുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് h1 and h2 എന്നുള്ളതാണ്. h1 and h2 എന്നുള്ളതാണ് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. h1 and h2 എന്ന് പറയുന്നത് ഹവേഴ്സ് ആണ്. എത്ര വർക്കിംഗ് അവർ ഉണ്ട് എന്നുള്ളത്, എത്ര സമയം അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ഓരോ ദിവസവും എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് h1 and h2 എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി പറയാണ്, ഇക്വേഷൻ എന്ന് പറയുന്നത് d1 × m1 × h1 = d2 × m2 × h2 എന്നുള്ളതാണ്. d1 and d2 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ d എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ട് എന്നുള്ളത്. ഇനീഷ്യൽ ഡേയ്സും ഫൈനൽ ഡേയ്സും ആണ് d1 and d2 എന്നുള്ളത്. m1 എന്ന് പറയുന്നത് എത്ര വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത്. ആദ്യം ഉണ്ടായിരുന്ന വർക്കേഴ്സ്, അവസാനം ഉണ്ടായിരുന്ന വർക്കേഴ്സ്, ഓരോ കേസിലും എത്ര വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത്. h1 and h2 എന്ന് പറയുന്നത് എത്ര സമയം അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ടൈമാണ് h1, ഹവേഴ്സ് ആണ് h1 എന്ന് പറയുന്നത്, എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. d1 × m1 × h1 = d2 × m2 × h2 എന്നുള്ളത്. ഈ ഒരു ഇക്വേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ചിലപ്പോൾ അവർ ഡേയ്സ് ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ എത്ര ആൾക്കാരുടെ എണ്ണമായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ അവർ എത്ര ഹവേഴ്സ് വർക്ക് ചെയ്യണം എന്നായിരിക്കും ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. d1 × m1 × h1 = d2 × m2 × h2. ഈ ഒരു ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇനി ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വർക്കിംഗ് 9 hours a day, 9 hours a day, 12 persons can complete a work in 25 days എന്നുള്ളതാണ്. Then working 6 hours a day, 50 persons can do the same work in, എത്ര ദിവസം കൊണ്ടാണ് അവർക്ക് ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? ഹവേഴ്സ് തന്നിട്ടുണ്ട്, h1 എന്നുള്ളത് തന്നിട്ടുണ്ട്, എത്ര ഹവേഴ്സ് എന്നുള്ളത്, 12 persons ആൾക്കാരുടെ എണ്ണം തന്നിട്ടുണ്ട്, m1 എന്നുള്ളത് തന്നിട്ടുണ്ട്. ദെൻ പിന്നെ എന്താ തന്നിട്ടുള്ളത്? 25 days എന്നുള്ളത്, 25 ദിവസം വർക്ക് എന്ന് പറയുന്നത് d1 എന്നുള്ളതാണ്. സോ h1 എന്നുള്ളത് നമുക്കറിയാം, m1 എന്നുള്ളത് നമുക്കറിയാം, d1 എന്നുള്ളത് നമുക്കറിയാം. അത് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റിൽ അതെല്ലാം തന്നിട്ടുണ്ട്. ദെൻ വർക്കിംഗ് രണ്ടാമത്തെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6 hours എന്ന് പറയുന്നത്, 6 hours എന്ന് പറയുന്നത് എന്തായിരിക്കും? h2 എന്നുള്ളതായിരിക്കും. h2 എന്നുള്ളതാണ് 6 hours എന്ന് പറയുന്നത്. ദെൻ 15 ആൾക്കാർ എന്ന് പറയുന്നത് എന്താണ്? m2 എന്നുള്ളതായിരിക്കും.
സോ H2 തന്നിട്ടുണ്ട്, M2 തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ D2 എന്നുള്ള എത്ര ദിവസം എടുക്കും എന്നുള്ള D2ന്റെ വാല്യൂ ആണ് നമ്മൾ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അത് മനസ്സിലാക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. എത്ര അവേഴ്സ് തന്നിട്ടുണ്ട്, എത്ര ആൾക്കാരുടെ എണ്ണം തന്നിട്ടുണ്ട്, എത്ര ദിവസം തന്നിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇപ്പൊ നമ്മൾക്ക് എന്തുണ്ട്? H1ന്റെ വാല്യൂ നമുക്കറിയാം, M1ന്റെ വാല്യൂ നമുക്കറിയാം, D1ന്റെ വാല്യൂ നമുക്കറിയാം, അതുപോലെ തന്നെ H2യുടെയും M2യുടെയും വാല്യൂ നമുക്കറിയാം. നമുക്ക് ഒറ്റ വാല്യൂ അറിയാത്തുള്ളൂ, അത് D2യുടെ. D2 എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു വാല്യൂസ് ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും D2 എന്നുള്ളത്? എന്തായിരിക്കും D2? D2 എന്നുള്ളത് എന്തായിരിക്കും? D2 എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കും D2? എങ്ങനെ കണ്ടുപിടിക്കും? 9 into 12 into then 25. ഇതാണ് H1, M1, D1 എന്നുള്ളത്. then എന്താണ്? 6 into 15. മനസ്സിലായല്ലോ എങ്ങനെയാണ് D2 കണ്ടുപിടിക്കുക എന്നുള്ളത്? D2 എന്ന് പറയുന്നത് D2 എത്ര ദിവസം വർക്ക് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ D2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് H1 into M1 into D1 ഡിവൈഡഡ് ബൈ H2 into M2 എന്നുള്ള ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ ഇത് സോൾവ് ചെയ്യുക. ഈ ഒരു വാല്യൂസ് എല്ലാം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. 2 എന്നുള്ളത് then എന്ത് കിട്ടും? 3 9 കട്ട് ചെയ്യുകയാണെന്നെങ്കിൽ 3 എന്ന് കിട്ടും. സോ എന്ത് കിട്ടും? 3 into 2 into 5 എത്രയ്ക്കാരം? 3 into 2 into 5 എന്ന് പറയുന്നത് 30. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ കിട്ടും. 30 എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയ ആൻസർ. എങ്ങനെ 30 കിട്ടി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ബേസിക് ആയിട്ട് അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഇക്വേഷൻ എന്ന് പറയുന്നത് H1 into M1 into D1 എന്ന് പറയുന്നത് എന്തായിരുന്നു? H2 into M2 into D2 എന്നുള്ള ഈ ഒരു ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നിന്ന് ഡേയ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ D2, അല്ലെങ്കിൽ എത്ര ആൾക്കാരുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ M2 എന്നുള്ളത്. ഇനി അതല്ല, എത്ര ഹവേഴ്സ് വർക്ക് ചെയ്യണം എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ H2 എന്നുള്ളത്. എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 30 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഹവേഴ്സിനെ വർക്കിനെ ബേസ് ചെയ്തിട്ട് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിരന്തരമായിട്ട് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ മാത്സ് എന്നുള്ള സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്യാതെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മാത്സ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക, മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഏരിയ ആയിട്ട് പറയാനുള്ളത്. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? മനസ്സിലായില്ല എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത്. 30 ഡേയ്സ്, ഈ 30 ഡേയ്സ് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇക്വേഷൻ മറന്നു പോകരുത്, ഇക്വേഷൻ ഓർത്തിരിക്കുക, ഈ വാല്യൂസ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് മാത്സിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ഏരിയയിൽ ഒരുപാട് പെർസെൻറ്റേജ്, റേഷ്യോ, പ്രപ്പോർഷൻ, അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വർക്ക് എന്നുള്ളത്. സോ വർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.